മെഡിക്കൽ രീതിയിൽ അല്ലെങ്കിൽ ആരോഗ്യത്തെക്കുറിച്ച് ഒരു അഡ്വൈസ് തരുമ്പോൾ അവരെന്താണ് പറയുന്നത്, അതിൻ്റെ ബേസ് എന്താണെന്ന് മനസ്സിലാക്കണം. ഇപ്പം നമ്മളിപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ ചോദിച്ചാൽ ഈ ജ്യൂസ് അങ്ങ് കുടിച്ചാൽ ഇപ്പം പോകും, അങ്ങനെ കുറേ കാണാറുണ്ട്. ആ പറയുന്നവരുടെ എന്ത് ബേസിലാണ് അവർ പറയുന്നവരെന്നോ അവരുടെ ക്വാളിഫിക്കേഷൻ, അവരുടെ മോഡേൺ മെഡിസിൻ ഡോക്ടറാണോ, ആയുർവേദ ഡോക്ടറാണോ, ഹോമിയോ ഡോക്ടറാണോ, ഇതൊന്നും ഇല്ലാതെ ഒരു അവരുടെ ഒരു ഐഡന്റിറ്റിയും പറയാതെ പറയുന്ന വീഡിയോകൾക്കൊക്കെയാണ് ഏറ്റവും കൂടുതൽ വ്യൂവർഷിപ്പ് ഞാൻ കാണാറുള്ളത്. അതിനൊക്കെ ഇങ്ങനെ മില്യൺസ് വ്യൂസ് കാണുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് അപ്പം മലയാളം വീഡിയോകളിലാണ് ഇങ്ങനത്തെ ഇതൊക്കെ കൂടുതൽ ഇങ്ങനെ കാണുന്നത്. അതുകൊണ്ട് മലയാളികൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. നമ്മൾ എന്ത് പറഞ്ഞു കഴിഞ്ഞാലും അതൊക്കെ ഫോളോ ചെയ്യാനായിട്ട് പലരും ഉണ്ടാവും. ഈവൻ ഡോക്ടേഴ്സ് ആണെന്ന് പറയുന്നവരാണെങ്കിൽ പോലും നമുക്കിപ്പം അത് ചെക്ക് ചെയ്യാൻ പറ്റും. പലരും ഉണ്ട്. നമ്മുടെ ഇടയിൽ ഇഷ്ടം പോലെ ഡോക്ടർ എന്ന് പറഞ്ഞിരിക്കുന്നവരുടെ ക്വാളിഫിക്കേഷൻസ് ഒക്കെ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ അത്ഭുതപ്പെട്ടു പോകും. പലരും ഇങ്ങനെ ലെങ്തി ആയിട്ട് എഴുതി വെച്ചിട്ടുണ്ടാവും. അതൊക്കെ പല പ്രശ്നങ്ങളും ഉണ്ട്. മറ്റ് പല സ്പെഷ്യാലിറ്റി, ഈവൻ ഒരു ഒരു ഈ ഫാർമസിസ്റ്റിന്റെ ഒക്കെ ക്വാളിഫിക്കേഷൻ നമുക്ക് ഇപ്പോഴും ആരുടേത് വേണേലും നമ്മൾ അവരുടെ ലൈസൻസ് അടിച്ചു നോക്കിയാൽ അറിയാം. പക്ഷെ ഡോക്ടർമാരുടെ ഇന്നും പ്രോപ്പറായിട്ട് നമുക്കൊരു ഡോക്ടറിന്റെ ക്വാളിഫിക്കേഷൻ ചെക്ക് ചെയ്യാനുള്ള ഫെസിലിറ്റി ഇന്നും നമുക്കായിട്ടില്ല. ഇപ്പം റീസെൻ്റ്ലി ആയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഒരു 1 ഇയർ ബാക്ക് വരെ നമ്മളൊരു ഡോക്ടറിന്റെ ഒരു ഇത് കഴിച്ചു കൊടുത്താൽ അദ്ദേഹം എവിടെ പഠിച്ചതാണ്, അദ്ദേഹത്തിന് ക്വാളിഫിക്കേഷൻ ഒന്നും അറിയാൻ പറ്റില്ല. മോഡേൺ മെഡിസിൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്, ബാക്കിയുള്ളത് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വളരെ കെയർഫുൾ ആയിരിക്കണം ആരെങ്കിലും എന്തെങ്കിലും പറയുന്നത്. പിന്നെ ഫാറ്റി ലിവർ, എൻ്റെ അറിവിൽപ്പെട്ടിടത്തോളം ഫാറ്റി ലിവർ ഒരു ജ്യൂസ് കഴിച്ചോ ഒരു ഗുളിക കഴിച്ചോ ഒന്നും മാറിയല്ല. കൂടുതൽ അറിയാൻ ലിങ്ക് ക്ലിക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോകൾക്കായി സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തുക.